Dear students, welcome to Plus 2 Zoology, chapter Principles of Inheritance and Variation. We continue that chapter. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ co-dominance പഠിച്ചു. അതായത് ഒരു സിംഗിൾ ജീൻ വിത്ത് മെനി മോർ ദാൻ 2 alleles 3 alleles ഉണ്ട്. അത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പഠിച്ചു. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇവിടെ ഒരു ജീൻ more than one effect, it produces more than one effect. അതിൻ്റെ എക്സാമ്പിൾ ആണ് starch synthesis in pea seeds. എക്സാമ്പിൾ, pea seeds. ഇവിടെ സാധാരണ വരുന്ന പോലെ ഒരു ജീനിന് 2 അലീലുകളാണുള്ളത്. ഒന്ന് നമ്മൾ അതിന് ക്യാപിറ്റൽ ബി എന്ന് കൊടുക്കുന്നു. ആ ക്യാപിറ്റൽ ബി ഡോമിനൻറ്റ് ഫിനോടൈപ്പാണ്. ഇവയിൽ സ്റ്റാർച്ച് സിന്തസിസ്, സ്റ്റാർച്ചിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നു. അതുകൊണ്ട് അവ ലാർജ് ഗ്രെയിൻസ് ആയിരിക്കും, വലിയ ഗ്രെയിൻസ് ആയിരിക്കും. ലാർജ് ഗ്രെയിൻസ് ഉണ്ടാകും. ഇതിൽ അതിൻ്റെ അപ്പിയറൻസ് റൗണ്ട് ആയിരിക്കും, പുറമേക്ക് അത് റൗണ്ടാണ്. ഇനി അടുത്ത റെസസീവ് കണ്ടീഷൻ സ്മാൾ ബി. അതിൽ സ്റ്റാർച്ച് സിന്തസിസ് അത്രയ്ക്കോളം എഫിഷ്യൻ്റ് ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് അവിടെ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ ആണ് ഉണ്ടാകുന്നത്. സ്മോൾ ഗ്രെയിൻ. ഇത് റിങ്കിൾഡ് ആയിട്ട് കാണപ്പെടും. സീഡ് റിങ്കിൾഡ്, അല്പം ചുരുങ്ങിയുള്ളത്. അങ്ങനെ 2 കേസ്. ഇനി ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, അതായത് ക്യാപിറ്റൽ ബി സ്മോൾ ബി, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ ഇൻ്റർമീഡിയറ്റ് സൈസ് ആണ് കാണിക്കുന്നത്. അതായത് ഇവയ്ക്ക് മധ്യത്തിലുള്ള സൈസ്, ഇൻ്റർമീഡിയറ്റ് സൈസ്. അപ്പിയറൻസ് എന്നാൽ റൗണ്ടാണ്, പുറമേക്ക് അത് റൗണ്ടായി കാണപ്പെടുന്നു. അവിടെ 3 എഫക്റ്റ് ആണ് അവ കാണിക്കുന്നത്. നേരത്തെ പോലെ കേസ് പോലെയല്ല. ഒന്ന് ലാർജ്, സ്മോൾ, ഇൻ്റർമീഡിയറ്റ് കാണിക്കുന്നു. ഇവിടെ ഇൻ്റർമീഡിയറ്റ് സൈസ് കാണിക്കുന്നത് ഏകദേശം ഇത് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ പഠിച്ചതുപോലെ തന്നെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പോലെ തന്നെയാണ് ഗ്രെയിൻ സൈസ് കാണിക്കുന്നത്. അതായത് ഒരു അലീൽ മറ്റൊന്നിനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ ഗ്രെയിൻ സൈസ് കൺസിഡർ ചെയ്താൽ ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്നു. അങ്ങനെ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്, ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ജീൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് മോർ ദാൻ 1 എഫക്റ്റ്. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചത് ഡോമിനൻസും റെസസീവ്നെസ്സും ഒക്കെയാണ് പഠിച്ചത്. അതിൽ എന്താണ് ഈ കൺസെപ്റ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്? അതിന് നമ്മൾ സാധാരണ എന്തറിയണം? ഒരു ജീനിൻ്റെ ഫംഗ്ഷൻ അറിയണം. ഒരു ജീനിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ഇൻഫർമേഷൻ വഹിക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഗുണത്തിൻ്റെ വിവരം ശേഖരിച്ച് വയ്ക്കുക, വഹിക്കുക എന്നുള്ളതാണ് ഒരു ജീനിൻ്റെ ഫംഗ്ഷൻ. സാധാരണ ഒരു ജീനിന് 2 അലീലുകൾ കാണും. അതിൽ 2 അലീലുകളും ഹോമോസൈഗസ് കണ്ടീഷനിൽ 2 അലീലുകളും ഒരുപോലെയാണ്. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ രണ്ടും വ്യത്യസ്തമാണ്. ഇത് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഉള്ള അലീലുകളിൽ ചില സമയത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോഴത്തേക്ക് ആ അലീല് ക്യാരി ചെയ്യുന്ന ഇൻഫർമേഷനും ചേഞ്ച് ആകും. ഒരു അലീല് വഹിക്കുന്ന ഇൻഫർമേഷൻ ചേഞ്ച് ആകും ആ മാറ്റങ്ങൾ കൊണ്ട്. അങ്ങനെ മാറ്റം വരുമ്പോൾ ആ അലീലിനുണ്ടാകുന്ന വ്യത്യാസം. ഇപ്പം നോർമൽ അലീല് സാധാരണ മാറ്റം ഇല്ലാത്തത്, അതിനെ നമ്മൾ അൺമോഡിഫൈഡ് അലീൽ എന്ന് പറയും. അൺമോഡിഫൈഡ് അലീൽ, അതിന് മോഡിഫിക്കേഷൻ ഒന്നും സംഭവിച്ചില്ല. അത്തരം അലീല് ആണ് നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. നോർമൽ എൻസൈം. ഇവിടെ ഈ ജീൻ പ്രൊഡ്യൂസിങ് ആൻ എൻസൈം അതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഇപ്പം ഈ നോർമൽ എൻസൈം, സാധാരണ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റ് ആ സബ്സ്റ്റൻസിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ സബ്സ്റ്റൻസിനെ ഒരു പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ. ഇവിടെ നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സബ്സ്റ്റൻസിനെ പ്രോഡക്റ്റായി മാറ്റാൻ അതിന് കഴിയും. അങ്ങനെ വരുമ്പോൾ ആ ഫീനോടൈപ്പ്, അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് നോർമൽ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ്. ഫീനോടൈപ്പ് ഈസ് നോട്ട് എഫക്റ്റഡ്. ഇവിടെ
എഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ആ മോഡിഫൈഡ് അലീൽ, ചേഞ്ച് വന്ന അലീൽ ചിലപ്പോൾ അത് നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അല്പം ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്രയും എഫിഷ്യൻസി ഇല്ലാത്ത എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പം മോഡിഫൈഡ് അലീൽ 3 തരത്തിൽ അത് സംഭവിക്കുന്നു. മോഡിഫൈഡ് അലീൽ it may produce normal enzyme, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻ്റ് എൻസൈം ഉണ്ടാകാം. ലെസ് എഫിഷ്യൻ്റ് എൻസൈം. ഇങ്ങനെയാകുമ്പോൾ ഏകദേശം നോർമൽ പോലെ തന്നെയാണ്, ലേശം മാറ്റം അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഫീനോടൈപ്പിന് എക്സ്റ്റേണൽ അപ്പിയറൻസിന് വ്യത്യാസമൊന്നും വരില്ല. ഫീനോടൈപ്പ് ഈസ് നോട്ട് അഫക്റ്റഡ്. ഫീനോടൈപ്പ് നോട്ട് എഫക്റ്റഡ്. എന്നാൽ ചില കേസിൽ, രണ്ടാമത്തെ കേസ്, ഇത് ഫസ്റ്റ് കേസ് മോഡിഫിക്കേഷൻ സംഭവിക്കുമ്പോഴുള്ള ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം നോൺ ഫങ്ഷണൽ ആകാം, അത് പ്രവർത്തിക്കാത്തതായിരിക്കും, ഫങ്ഷൻ ചെയ്യാത്തതായിരിക്കാം. അങ്ങനെ നോൺ ഫങ്ഷണൽ എൻസൈം ഉണ്ടാകാം. ചിലപ്പോൾ എൻസൈം തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല, നോ എൻസൈം അറ്റ് ഓൾ. മൂന്നാമത്തെ കേസ്, നോ എൻസൈം അറ്റ് ഓൾ. ഇങ്ങനെ 2 സാധ്യതകളും അവിടെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നോൺ ഫങ്ഷണൽ ആകുകയോ അല്ലെങ്കിൽ എൻസൈം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാതെ വരികയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീനോടൈപ്പ്, എക്സ്റ്റേണൽ അപ്പിയറൻസ് അവിടെ മാറും. ഇത് എഫക്റ്റഡ്. ഫീനോടൈപ്പ് എഫക്റ്റഡ്. ഫീനോടൈപ്പ് എഫക്റ്റഡ്. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ആദ്യത്തെ കേസിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത അലീലിനെയാണ് നമ്മൾ ഡോമിനന്റ് അലീൽ എന്ന് പറയുന്നത്. അതായത് അൺമോഡിഫൈഡ് അലീലിനെ ഡോമിനന്റ് അലീൽ എന്ന് വിളിക്കുന്നു. ആ മോഡിഫിക്കേഷൻ സംഭവിച്ച അലീലിനെ റെസസീവ് അലീൽ എന്നും പറയുന്നു. റെസസീവ് അലീൽ ഏതാണ്? മോഡിഫൈഡ് വൺ. മോഡിഫിക്കേഷൻ സംഭവിച്ച അലീലിനെയാണ് റെസസീവ് അലീൽ എന്ന് പറയുന്നു. അൺമോഡിഫൈഡിനെ അതായത് ഡോമിനന്റ് എന്ന് വിളിക്കുന്നത്. ഡോമിനന്റ് എന്ന് പറയുന്നത് അലീൽ എന്ന് പറയുന്നത് അൺമോഡിഫൈഡ് അലീലിനെയാണ്. അതാണ് ഇവിടെ ചില അലീലുകൾ ഡോമിനന്റും റിസസീവുമായി മാറാനുള്ള കാരണം. അൺമോഡിഫിക്കേഷൻ ഒന്നും സംഭവിക്കാത്ത അലീലാണ് ഡോമിനന്റ് അലീല്. ആ മോഡിഫിക്കേഷൻ സംഭവിച്ച അലീലാണ് റിസസീവ് അലീൽ. അതുകൊണ്ടാണ് ചില അലീലുകൾ ഡോമിനന്റും ചിലത് റിസസീവും ആയി മാറുന്നത്. അതാണ് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന്, ആദ്യത്തെ ഇതിനെ ബന്ധിച്ചുകൊണ്ടുള്ള a single gene product produce more than one effect. By taking the example of starch synthesis in pea seeds, provide genetic explanation for the above observation. അങ്ങനെ ചോദിക്കാം. അതിനുള്ള ജനറ്റിക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഒരു ജീൻ ഒന്നിലധികം എഫക്റ്റ് കാണിക്കും. ഇവിടെ 3 എഫക്റ്റാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അത് എഴുതണം. പിന്നെ ഈ മോഡിഫിക്കേഷൻ സംഭവിച്ച കാര്യം അതെങ്ങനെ, why are some alleles dominant and some recessive? എന്തുകൊണ്ട് ചിലത് ഡോമിനൻ്റ് ആയിട്ടും ചിലത് റെസസീവായും കാണപ്പെടുന്നു? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സാധാരണയായിട്ടും വരിക. പിന്നെ റിമൈനിങ് പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകും. ഇംഗ്ലീഷ് വെർഷൻ ഓഫ് ദിസ് വീഡിയോ ഈസ് ഓൾസോ അവൈലബിൾ. താങ്ക് യു.